എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. കുറച്ചാൾക്ക് മുമ്പ് അഫാൻ എന്ന് പറയുന്ന 5 പേരെ ക്രൂരമായിട്ട് കൊന്ന ഒരു നരാധമൻ്റെ കേസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ആ വീഡിയോ ചെയ്യുമ്പോഴുള്ള അതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. നിങ്ങൾ ഈ ഫോട്ടോ കണ്ടോ? അഡ്വക്കേറ്റ് നവനീത് നടരാജൻ അവൻ്റെ അമ്മയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയാണല്ലേ. ക്യാപ്ഷൻ അമ്മ ഒരു ജെമ്മിൻ്റെ അത്രത്തോളം പ്രഷ്യസ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്ഷനുമാണ് ഇട്ടിരിക്കുന്നതല്ലേ. എന്നാൽ ഇന്ന് ഈ അമ്മയും അവൻ്റെ അച്ഛനെയും, അമ്മയുടെ പേര് സിന്ധു, അച്ഛൻ്റെ പേര് നടരാജൻ, അവരെ ക്രൂരമായിട്ട് ഏറ്റവും പൈശാചികമായിട്ട് വെട്ടുകത്തിക്ക് വെട്ടിയിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ചില ടെലഗ്രാം ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ ന്യൂസ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അവിടുന്ന് എടുത്തിട്ടുള്ള വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വീഡിയോസാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയും സങ്കടവും എല്ലാ ഒരു വികാരങ്ങളും ഒരുമിച്ച് പോകുന്നൊരവസ്ഥയില്ലേ, അതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അവൻ്റെ അച്ഛൻ്റെ മുഖമുണ്ടല്ലോ, ഈ നടരാജൻ എന്ന് പറയുന്ന 60 വയസ്സോളം പ്രായമുള്ള ആ ഒരു വ്യക്തിയുടെ മുഖമെന്ന് പറഞ്ഞാൽ നമുക്ക് മുഖത്തെ അവയവങ്ങൾ, കണ്ണ്, മൂക്ക്, വായ, ഇതൊന്നും കാണാൻ പോലും മേല, തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും പൈശാചികമായിട്ട് ആ മുഖം വികൃതമായിരുന്നു. അവയവങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ നടരാജൻ്റെ ആ ഒരു ശരീരം സ്ട്രെച്ചറയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം മരണപ്പെട്ടു. കാരണം ക്രൂരമായിട്ടാണ് വെട്ടിയിട്ടുണ്ടായിരുന്നതല്ലേ. അതുപോലെ അവൻ്റെ അമ്മയായിട്ടുള്ള, ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിയെയും ഞാൻ ആ മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ അവരെ കാണിക്കേണ്ട കാര്യമില്ല. എന്തിനാണ് അവരെ കാണിക്കുന്നത്? അവരെയും ഇതുപോലെ തന്നെ ക്രൂരമായിട്ട് മുഖത്ത് വെട്ടുകയാണ്, കയ്യിൽ വെട്ടുകയാണ്. അവരും മരണപ്പെട്ടിട്ടില്ല, പക്ഷേ ഗുരുതരാവസ്ഥയിലാണ് തുടരുന്നത്. അവരുടെ വീഡിയോ ഉണ്ട്. മുഖമൊക്കെ ഇതുപോലെ തന്നെ വിള്ളലുകൾ വീണ് കിടക്കുകയാണ്. അവരുടെ കൈയുടെ ഒരു വിരൽ അറ്റുപോയിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ അറ്റൻഡർമാരോ അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് കൊണ്ടുവന്നവരോ ആ ഒരു വിരലിൻ്റെ കഷ്ണം ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുകയാണ്. ആ അമ്മ എൻ്റെ വിരലെന്നും പറഞ്ഞ് കിടന്ന് കരയുന്നുണ്ട്, അലറി കരയുകയാണ്. അവർക്ക് ആകെപ്പാടെ കുറച്ച് പ്രാണനെ ശരീരത്തിലുള്ളൂ. അത്രത്തോളം ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ICUവിലാണ് തുടരുന്നത്. അച്ഛൻ മരണപ്പെട്ടു, അമ്മ ഭാഗ്യം കൊണ്ട് ജീവനുണ്ട്. ആ അമ്മ ആ ഒരു ജീവൻ വെച്ച് കിടന്ന് കരയുകയാണ്. മകൻ എന്ന് പറയുന്നത് വക്കീലാണ്. നിലവിൽ മാവേലിക്കര കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത്രത്തോളം പഠിപ്പിച്ച് വളർത്തി പൊന്നുപോലെ നോക്കിയ മകൻ അമ്മയ്ക്കും അച്ഛനും കൊടുത്ത സമ്മാനം. ഇവർക്ക് 2 മക്കൾ കൂടെ ഉണ്ട് കേട്ടോ. ഒരു ആണും ഒരു പെണ്ണുമാണുള്ളത്. ആണിൻ്റെ പേര് നിതിൻ രാജ് നടരാജൻ, ആ ഒരു സഹോദരിയുടെ പേര് നിധിമോൾ നടരാജൻ. ഇവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഇപ്പോൾ കർണാടകയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സഹോദരനായിട്ടുള്ള നിതിൻ രാജ് ഇപ്പോൾ നേപ്പാളിലൊക്കെ ഒരു ടൂർ പോയിരിക്കുകയാണ്. ആ ഒരു സമയത്തായിരിക്കും ഒരു പക്ഷേ ഒരു കോള് വന്നിട്ടുണ്ടാകുക, ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നും പറഞ്ഞിട്ട്. സഹോദരിയും ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. സഹോദരനും ഒക്കെ കർണാടക ചിക്കമംഗളൂരിലാണ് വർക്ക് ചെയ്യുന്നത്. 2 മക്കളെ പഠിപ്പിച്ച് ഡോക്ടറാക്കി, ഒരു മകനെ പഠിപ്പിച്ച് വക്കീലാക്കി. എന്തിനിത് ചെയ്തു എന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിൻ്റെ പ്രാഥമിക നിഗമനം എന്തെന്നാൽ ആ ഒരു മകൻ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറിയാലോ, സ്വന്തം അമ്മയോ പെങ്ങളോ എന്നൊന്നും ഒരു തിരിച്ചറിവ് പോലും ഉണ്ടാകത്തില്ല. MDMA പോലെയുള്ള രാസലഹരികൾ ഉപയോഗിച്ചാലേ. ഇനിയൊരു കാര്യം പറഞ്ഞോട്ടെ, അത് എന്താ പറയേണ്ടതെന്നറിയില്ല. ഈ നവജിത്ത് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, കൊലയാളിയായിട്ടുള്ള മകനുണ്ടല്ലോ, ഇവൻ കല്യാണം കഴിഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞ് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് രാത്രിയിൽ. ഇന്ന് അവൻ്റെ ഭാര്യയെ പ്രഗ്നൻ്റ് ആണ്, ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനിരിക്കുകയായിരുന്നു. അതായത് ഏതാനും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ വീട്ടിലേക്ക് ഒരു കുഞ്ഞ് വരാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ളൊരു മൂമെൻ്റാണ് ഒരു കുട്ടി ഉണ്ടാകുക എന്നൊക്കെ പറയുന്നതല്ലേ. ആ സമയത്ത് അവൻ ചെയ്ത പ്രവൃത്തി എന്താണ്? സ്വന്തം അച്ഛനെയും അമ്മയും പൈശാചികമായിട്ട് വെട്ടുകയാണ്. അല്ലാതെ കത്തിക്ക് ജസ്റ്റ് ഒരു കുത്തോ വെട്ടോ ഒന്നും അല്ല, നമ്മളിങ്ങനെ കണ്ടം തുണ്ടം വെട്ടുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ തള്ളോ അതിശോക്തി ഒന്നുമല്ല. അമ്മയുടെ മുഖം പോലും വിള്ളലായിട്ട് കിടക്കുന്നു, അച്ഛൻ്റെ മുഖത്തെ അവയവങ്ങളൊന്നും കാണാനില്ല. എന്തിനിവൻ ചെയ്തു? ആരാണിവൻ? എന്താണ് ഇവൻ്റെ പ്രശ്നം? തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, എങ്ങനെയാണ് ഇവനെ കീഴ്പ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അഡ്വക്കേറ്റ് നവജിത്ത് നടരാജൻ, അതാണ് നരാധമൻ്റെ പേര്. ഇവരുടെ കുടുംബത്തിലുള്ളത് അച്ഛനും അമ്മയും 3 മക്കളും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നവജിത്ത്, നിതിൻ രാജ്, അതുപോലെ നിധിമോള്. ബാക്കി 2 പേരും ഡോക്ടേഴ്സാണ്. ഈ നവജിത്ത് അഡ്വക്കേറ്റ് മാരീഡാണ്, കുട്ടി ഉണ്ടാകാൻ പോവുകയാണ് അടുത്ത ദിവസം. ഇവരുടെ വീടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഫാമിലി, അതായത് അച്ഛനായിട്ടുള്ള നടരാജനും അമ്മ സിന്ധുവും നാട്ടുകാരോടൊക്കെ വളരെ ഇടപഴകി ജീവിക്കുന്ന, വളരെ സഹകരിച്ച് ജീവിക്കുന്ന നല്ലവരായിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ ഈ മക്കളെ പറ്റിയിട്ടൊന്നും, അല്ലെങ്കിൽ അവരധികം പുറത്തോട്ട് വരുന്നതോ അങ്ങനെ നാട്ടുകാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതൊന്നും അധികം പേരും കണ്ടിട്ടില്ല. ഇതിൽ ഈ ഒരു നിധിമോൾ എന്ന് പറയുന്ന ഡോക്ടർ മാരീഡാണ്.
മറ്റേ നിതിൻ രാജ് ആണെങ്കിൽ ഇപ്പോൾ ഒരു നേപ്പാൾ ട്രിപ്പിലൊക്കെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രി ഏകദേശം 9 മണിയോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കാരണമായിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാൻ ആയിട്ടില്ല. ലഹരി ഉപയോഗം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ കുടുംബത്തിൻ്റെ അകത്ത് ഈ വക്കീലായിട്ടുള്ള നരാധമൻ ചില പ്രശ്നങ്ങൾ എപ്പോഴും ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് പതിവായിരുന്നു എന്ന് അവിടുത്തെ മെമ്പറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ അച്ഛനായിട്ടുള്ള നടരാജൻ ഗൾഫിലായിരുന്നു, ഫോറിനിലായിരുന്നു കുറച്ച് നാൾ, ഏത് കൺട്രിയിലാണെന്ന് വ്യക്തമല്ല. അവിടെ കോൺട്രാക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്ത് നല്ല പൈസ സമ്പാദിച്ച് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ നല്ല പണക്കാരാണ്, 3 മക്കളും നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള വ്യക്തികൾ, നല്ല ഹൈ സ്റ്റാറ്റസ് ഉള്ള ഫാമിലി. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ നല്ലതെന്ന് തോന്നുന്ന പല കുടുംബത്തിലും നടക്കുന്നതൊക്കെ എന്താണല്ലേ. ഇതുപോലെ തന്നെ മറ്റേ കേതൽ ജിൻസൺ രാജ, അവരും ഇതുപോലെ അമ്മ ഡോക്ടർ അച്ഛൻ പ്രൊഫസർ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും ഇവർക്ക് വീടിനോട് ചേർന്ന് കടമുറികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാടകയ്ക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ കംപ്ലീറ്റ് സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ നോക്കി പോന്നിരുന്നത് അച്ഛനായിട്ടുള്ള നടരാജനാണ്. ഏകദേശം 60 വയസ്സോളമാണ് അദ്ദേഹത്തിന് പ്രായമുള്ളത്. അമ്മ സിന്ധുവിന് 50-ൻ്റെ അടുത്തുമാണ് പ്രായമുള്ളത്. അപ്പോൾ ഇതിനെ ചൊല്ലിയിട്ടോ മറ്റു കാരണങ്ങളാലോ ഒക്കെ ഈ നവജിത്ത് എപ്പോഴും വീട്ടിൽ വന്ന് അച്ഛനും അമ്മയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. മറ്റൊരു കാരണമായിട്ട് പറയുന്നത് മകൻ്റെ അമിതമായിട്ടുള്ള ലഹരി ഉപയോഗത്തെ ചോദ്യം ചെയ്യുക, അങ്ങനെ എപ്പോഴും അവിടെ തർക്കങ്ങളും ഒച്ചയും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഒരു പതിവായിരുന്നു എന്നുള്ളതാണ്. നാട്ടുകാർ പറയുന്നത് പ്രകാരം അവർക്ക് കൂടുതൽ അറിയാവുന്നത് സഹകരണമുള്ളത് അച്ഛനും അമ്മയുമായിട്ടാണ്. കാരണം മക്കളുമായിട്ടില്ലാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവർ നാട്ടിലില്ല. ഈ നവജിത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പോലും അയാൾ കുറച്ച് നാൾക്ക് മുമ്പ് വരെ മദ്രാസിലായിരുന്നു. മറ്റ് 2 മക്കളും കർണാടക ബേസ് ചെയ്തൊക്കെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അവരിവിടെ ഇല്ല, അച്ഛനും അമ്മയുമാണ് പ്രധാനമായിട്ടും വീട്ടിലുണ്ടാകുക. എന്തായാലും ഈ ഒരു നവജിത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുകയാണെങ്കിൽ 2016 ഇയാൾ തിരുപ്പതിയിലുള്ള അംബേദ്കർ ലോ കോളേജിൽ നിന്നും ഒരു MA LLB കരസ്ഥമാക്കുന്നത്. 5 വർഷത്തെ പ്രോഗ്രാമാണ്. 2021 അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്യുന്നത്. അതിനുശേഷം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മദ്രാസ് ഹൈക്കോടതിയിലാണ്. അതിനുശേഷം കുറച്ച് നാൾക്ക് മുമ്പ് മാത്രമാണ് ഈ മാവേലിക്കര കോടതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ഈ നവജിത്തിൻ്റെ സോഷ്യൽ മീഡിയ പരിശോധിക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു 6 ദിവസം മുമ്പ് വരെ ഫോട്ടോയോ മറ്റോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി പോസ്റ്റുകളൊക്കെ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരാളുടെ സോഷ്യൽ മീഡിയ ലൈഫ് നല്ലതെന്ന് പറഞ്ഞിട്ട് അയാളുടെ ജീവിതത്തിൽ അങ്ങനെ ആകണമെന്നില്ല. എനിക്ക് നോക്കാൻ പറ്റുന്ന കാര്യം നോക്കി പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു, ഒരു കാരണമായിട്ട് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ലഹരി ഉപയോഗമാണ്. പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. MDMAയുടെ ഏറ്റവും വലിയ ദൂഷ്യഫലം എന്തെന്നാൽ അത് നിങ്ങളെ നശിപ്പിക്കുമെന്നല്ല, നിങ്ങൾ കാരണം മറ്റുള്ളവരെ നശിക്കും. ഇതുപോലെ തന്നെ എന്തോരം കേസ് നമ്മൾ കണ്ടിരിക്കുന്നു. മകൻ അമ്മയെ വെട്ടിക്കൊന്ന കേസ് തന്നെ കേരളത്തിൽ ധാരാളം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആരാന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. ആക്രമിക്കാനുള്ള ആ ഒരു ആസക്തി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ക്രൂരമായിട്ട് കൊല്ലുകയാണ്. ഒരുപക്ഷെ ആ ലഹരി ഇറങ്ങിയാൽ പോലും ഇവനൊന്നും കുറ്റബോധം ഉണ്ടാകത്തില്ല. കാരണം ഈ കെമിക്കൽ അടിച്ച് അവൻ്റെയൊക്കെ തലച്ചോറ് ചിന്തിക്കാൻ പോലും ശേഷിയില്ലാതെ നശിച്ചിരിക്കുന്ന ഒരുപാട് അവസ്ഥകളുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് ഈ നവജിത്ത് പുറത്ത് നിന്ന് വീട്ടിലേക്ക് വരികയാണ്. പുള്ളി ഇവിടെ ഇല്ലായിരുന്നു, വീട്ടിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടിൽ വന്ന ശേഷം ചെറിയ ഒച്ചപ്പാടും ബഹളമൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഈ ചെറിയ കാര്യങ്ങളും തർക്കങ്ങളും ബഹളങ്ങളൊക്കെ എല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണ്. നമ്മുടെ എല്ലാ വീട്ടിലും, ഞങ്ങളുടെ വീട്ടിലും എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നാട്ടുകാർ കാര്യമായിട്ട് ഇടപെടുകയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ഏകദേശം 9 മണിയോട് കൂടിയിട്ട് സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? ഈ വെട്ടരുവാളുണ്ടല്ലോ, ഈ വെട്ടരുവാൾ കൊണ്ട് ഈ തർക്കം രൂക്ഷമായി. അങ്ങനെ ഇവൻ ലഹരി മൂത്തായിരിക്കാൻ വന്നത്, അതിനെ ചോദ്യം ചെയ്തതാകാം. ഈ വെട്ടരുവാൾ കൊണ്ട് അവൻ്റെ സ്വന്തം അച്ഛനെയും പഠിപ്പിച്ച് വക്കീലാക്കി പൊന്നുപോലെ നോക്കിയ അവരുടെ മകനുണ്ടല്ലോ, ആ മകൻ തന്നെ ക്രൂരമായിട്ട്, അല്ലാതെ പെട്ടെന്ന് ദേഷ്യത്തിൽ ഒരു വെട്ടി അതല്ല, ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വെട്ടുകയാണ്. ഈ കാര്യം വെറുതെ അതിശയോക്തി അല്ല ഞാൻ പറയുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം അവരുടെ ആ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ് ഹോസ്പിറ്റലിൽ നിന്നുള്ളതല്ലേ. അങ്ങനെ ഫുൾ ഒച്ചയും ബഹളമായി. ഇത് താഴത്തെ വീട് 2 നിലയാണ്. അപ്പോൾ താഴത്തെ ഫ്ലോറിൽ തന്നെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ജനൽ തുറന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒച്ചകെട്ട് ആ ഒരു സംഭവം നടക്കുമ്പോൾ അച്ഛനും അമ്മയും കാറുകയാണ്. ഈ ഒച്ചകെട്ട് നാട്ടുകാർ അവിടെ പെട്ടെന്ന് എത്തുകയാണ്. അവർ ജനലിൽ കൂടെ കണ്ട കാഴ്ച കണ്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയാണ്. അവരുടെ മുമ്പിലാണ് ഈ സംഭവം നടക്കുന്നത്. അവർ പെട്ടെന്ന് തന്നെ ഒച്ചയും ബഹളം ഉണ്ടാക്കി മറ്റുള്ളവരെ വിളിക്കുകയാണ്, പോലീസിനെ അറിയിക്കുകയാണ്. പോലീസ് പെട്ടെന്ന് എത്തുകയാണ്. പോലീസ് എത്തി. ഈ ഡോറ് ലോക്ക്ഡ് ആണ്. ഓക്കെ, അപ്പോൾ പുറത്തുനിന്നുള്ള ഡോറ് ആദ്യം നാട്ടുകാരും പോലീസും കൂടെ ചേർന്ന് ചവിട്ടി പൊളിക്കുകയാണ്. പക്ഷേ പിന്നീടൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ അകത്തും മറ്റൊരു ഡോർ ഉണ്ടായിരുന്നു. അത് പൊളിക്കാനായിട്ട് അവർ വളരെ കഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം ഇന്നലെ രാത്രിയിൽ 9:30 ആയിട്ടുണ്ട്. ഈ അകത്തെ 2ാമത്തെ ഡോർ തുറക്കാനായിട്ട് നാട്ടുകാരും അവിടുത്തെ കുറച്ച് പിള്ളേരും പോലീസൊക്കെ കൂടെ ശ്രമിക്കുകയാണ്. പക്ഷേ അത് വളരെ ബലമുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഡോറായിരുന്നു. അതുകൊണ്ട് ചവിട്ടിയിട്ടൊന്നും പൊളിഞ്ഞു പോകുന്നില്ല. അപ്പോൾ അവർ ചെയ്ത കാര്യം എന്തെന്നാൽ, ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടർ ഉണ്ടല്ലോ, അത് അയൽവക്കത്തിൽ നിന്നോ മറ്റോ സംഘടിപ്പിച്ച് ആ ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ടാണ് ഇത് ഇടിച്ച് പൊളിച്ച് ആ ഡോറ് പൊളിച്ച് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. പോലീസ് അകത്ത് കയറുമ്പോൾ ഇവൻ ആ ഒരു സ്റ്റെയർ കേസ് ഉണ്ടല്ലോ, അകത്തെ സ്റ്റെയർ കേസ്, അതിൻ്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. പോലീസ് പെട്ടെന്ന് ഇറങ്ങി വരാനോ അവനെ പിടിക്കാനോ ചെന്നപ്പോൾ ഇവൻ നേരെ ഓടിയിട്ട്
രണ്ടാം നിലയിലുള്ള ഒരു ബാൽക്കണി പോലത്തെ സ്പേസ് ഉണ്ടല്ലോ, അവിടെ പോയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇവനെ കീഴ്പ്പെടുത്തിയത് തന്നെ വളരെ പണിപ്പെട്ടാണ്. പോലീസും നാട്ടുകാരൊക്കെ കൂടെ ചേർന്ന് ഇവനെ വരിഞ്ഞു കെട്ടി, കയറൊക്കെ വെച്ച് വരിഞ്ഞു കെട്ടിയാണ് ആദ്യം താഴത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, പോലീസ് ആദ്യം നോക്കിയത് ഇവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനാണ് കേട്ടോ, അല്ലാതെ അവനെ പിടിക്കാനല്ല. പെട്ടെന്ന് തന്നെ ആംബുലൻസും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ അച്ഛനെയും അമ്മയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അച്ഛനൊരു തരിജീവൻ ഉണ്ടായിരുന്നു ആ ഒരു സമയത്തെന്നാണ് അവിടുത്തെ ഒരു മെമ്പറൊക്കെ പറയുന്നത്. പക്ഷേ അദ്ദേഹം മരിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് അത്രത്തോളം ക്രൂരമായിട്ടുള്ള വെട്ട് നമുക്ക് കാണാൻ പറ്റും ആ വീഡിയോയിൽ. ബാക്കി ശരീരത്തിൻ്റെ ഭാഗങ്ങളൊന്നും കാണാൻ മേല, ചിലപ്പോൾ മേത്തും ഒക്കെ അതുപോലെ വെട്ടിയിട്ടുണ്ടാകാം. അമ്മയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ കൈവിരലും മുറിഞ്ഞിട്ടൊരു കഷ്ണം അവിടെ എടുത്തു വെക്കുകയാണ് ഒരു പ്ലാസ്റ്റിക്കിൽ. അത് ഞാൻ കണ്ടതാണ്. അപ്പോൾ അമ്മാതിരി ക്രൂരമായിട്ടാണ് മുഖത്തും അവിടെ ഇവിടെയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇവനെ പോലീസ് കീഴ്പ്പെടുത്തുകയാണ്. എന്നിട്ട് കയറൊക്കെ ഇട്ട് വരിഞ്ഞ് മുറുക്കിയിട്ട് താഴത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ സമയത്ത് പുല്ലുകുളങ്ങരയിലുള്ള ഈ വീടിൻ്റെ പുറത്ത് നാട്ടുകാർ വലിയ രീതിയിൽ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. നാട്ടുകാരുടെ കൈ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവനെ എന്തെങ്കിലും ചെയ്യുമല്ലേ, തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണമായിരുന്നു. ഇവനെയൊക്കെ ജയിലിൽ കൊണ്ട് തിന്നാൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? സ്വന്തം അമ്മ അച്ഛനെ ഇത്ര ക്രൂരമായിട്ട് അച്ഛനെ വെട്ടിക്കൊന്ന ഇവനെ, അമ്മയെ വെട്ടി കണ്ടം തുണ്ടം മുഖമാക്കി ഇവനെ എന്തിനാണ് ഈ ജയിലിൽ കൊണ്ടുപോയിട്ട് തിന്നാൻ കൊടുത്ത് വളർത്തുന്നത്? ആ നാട്ടുകാരുടെ മുമ്പിൽ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ അവർ വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്തേനെ. ഇത് നമുക്ക് അറിയാത്ത കേസൊന്നുമല്ല, നമ്മുടെ കൺമുമ്പിൽ നടന്ന ക്രൈമാണ്. പലരും പറയും കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചാൽ മാത്രമേ കുറ്റക്കാരനാകത്തുള്ളൂ എന്ന്. നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ നിങ്ങളുടെ കൺമുമ്പിലിട്ട് ഒരാൾ കത്തിക്ക് കുത്തിക്കൊല്ലുകയാണ്. അപ്പോഴും നിങ്ങൾ ഈ ഡയലോഗ് പറയുമോ? നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ മറ്റു കുടുംബങ്ങൾ സാക്ഷിയാണ്. ആ കോടതി വിധിച്ചാൽ മാത്രമേ അവൻ ക്രിമിനൽ ആകത്തുള്ളൂ, കൊലയാളി ആകത്തുള്ളൂ നിങ്ങൾ പറയും. അല്ല, ചില കേസൊക്കെ നമുക്ക് കൺമുമ്പിൽ കാണാൻ പറ്റുമല്ലോ. നാട്ടുകാരെല്ലാം കൺമുമ്പിൽ കണ്ട, പോലീസും സാക്ഷിയായിട്ടുള്ള ഈ സംഭവങ്ങളാണ്. പക്ഷേ പോലീസുകാരെന്താണ് ചെയ്തത്? അവനെ വീടിൻ്റെ ബാക്ക് ഡോർ വഴി രഹസ്യമായിട്ട് കൊണ്ടുപോവുകയാണ്. നാട്ടുകാരുടെ കൈപ്പെട്ട് കഴിഞ്ഞാൽ തീർത്ത് കളയുമല്ലോ. നാട്ടുകാർ കൊടുക്കാവുന്നതൊക്കെ പരമാവധി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസുകാർ അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തതെന്ന് പറയുമ്പോഴും എനിക്കതിനോട് വ്യക്തിപരമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ഒരു നരാധമനെ സംരക്ഷിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? സത്യം പറഞ്ഞാൽ അവനെയൊക്കെ ക്രൂരമായിട്ട്, മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇതുപോലെയുള്ളവനെ അവിടെ നിൽക്കുകയല്ല, അപ്പം തന്നെ വെടിവെച്ച് കൊല്ലും. അല്ലാതെ എന്താ ചെയ്യേണ്ടത് ഇവനൊക്കെ? ഇപ്പോൾ അഫാൻ എന്ന് പറയുന്ന 5 പേരെ കൊന്നവൻ ജയിലിൽ സുഖമായിട്ട് തിന്നുന്നുണ്ട് 3 നേരം, നമ്മുടെ ടാക്സ് പൈസ കൊണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. എന്തായാലും അവനെ കീഴ്പ്പെടുത്തി പോലീസ് കൊണ്ടുപോവുകയാണ്. അവനിപ്പോൾ അവിടെ റിമാൻഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്മ ഹോസ്പിറ്റലിൽ വളരെ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അച്ഛൻ മരണപ്പെട്ടു. ഈ 2 സഹോദരങ്ങൾ നിലവിൽ ഈ സംഭവം നടക്കുമ്പോൾ, ഒരു സഹോദരിയാണെങ്കിൽ, സഹോദരി മാരീഡ് ആണ് കേട്ടോ, അവർ കർണാടകയിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. സഹോദരൻ നേപ്പാളിലൊരു ടൂറിലായിരുന്നു. സഹോദരനും മഹാരാഷ്ട്രയിലോ എവിടെയൊക്കെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പോൾ നിലവിൽ കർണാടക ചിക്കമംഗളൂരിലാണ്, സെറ്റിൽഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊക്കെ ഈ വിവരം അറിഞ്ഞപ്പോൾ എന്ത് ഷോക്കായിട്ടുണ്ടാകാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം. ഇപ്പോൾ മകനൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതുപോലെ തന്നെ ഡ്രഗ് അബ്യൂസ് ചെയ്തിട്ട് നേരത്തെ മാതാപിതാക്കളെ ആക്രമിക്കാൻ ശ്രമിച്ചു, മറ്റുള്ളവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സ്വപ്നത്തിൽ പോലും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം, തങ്ങളുടെ അച്ഛനും അമ്മയും സഹോദരനാൽ ക്രൂരമായിട്ട് ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഒരാൾ ജീവനോട് മല്ലടിക്കുന്നു. എങ്ങനെ കേട്ടിരിക്കാൻ പറ്റും ആ ഒരു വാർത്ത? ഇവനൊക്കെ ഇനി എന്താ ചെയ്യുന്നത്? ഇവനെ റിമാൻഡ് ചെയ്യും, ഇവനിങ്ങനെ ജയിലിൽ കിടക്കും, ജയിലിൽ കിടന്ന് ഇങ്ങനെ ഭക്ഷണം തിന്നുകൊണ്ടിരിക്കും, എന്നിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ വളരും. എന്തിനാ ചെയ്തിട്ട്? ഇവനെയൊക്കെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഈ സമൂഹത്തോട് നമുക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളതെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അവിടുത്തെ നാട്ടുകാർ ഉറപ്പായിട്ടും ചെയ്തേനെ. പക്ഷേ പോലീസ് അവനെ വീടിൻ്റെ പിൻവാതിൽ വഴി രക്ഷിച്ചുകൊണ്ട് പോകുന്നൊരു കാഴ്ചയായിരുന്നു അവിടുന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ വക്കീൽ നവജിത്തിൻ്റെ ഭാര്യയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു യുവതി അല്ലേ? എന്തായാലും ഒന്ന് അഡ്മിറ്റായേ മതിയാകത്തുള്ളൂ. ആ ഒരു ഹോസ്പിറ്റലിലായിരിക്കും ഇപ്പോഴവർ ഉള്ളത്. എന്ത് മാനസികാവസ്ഥയായിരിക്കും ഉള്ളത്? കൂടെ ഉണ്ടാകേണ്ട ഭർത്താവ് സ്വന്തം അച്ഛനെയും അമ്മയും വെട്ടി ഒരാളെ കൊന്നു, ഒരാൾ ജീവത്തോട് മല്ലടിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കുന്നു. എത്ര സന്തോഷകരമായിട്ട് കൂടെ കൈപിടിച്ചുണ്ടാകേണ്ട ഭർത്താവാണ് ഈ കാര്യം കാണിച്ചിരിക്കുന്നത്. എങ്ങനെ സഹിക്കാൻ പറ്റും? ഇവൻ എന്തിനത് ചെയ്തു? എങ്ങനെ ഇത് സാധിക്കുക? ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കവലത്തല്ലും പകയുടെ പേരിലുള്ള ഗുണ്ടാക്രമങ്ങളും അതിൻ്റെയൊക്കെ കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത് എന്തിന്? സ്വന്തം കുഞ്ഞ് അടുത്ത ദിവസം ജനിക്കാൻ പോകുന്നു. ജീവിതത്തിൽ ഏറ്റവും നല്ല മൂമെന്റ്, എനിക്ക് ഏറ്റവും എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു സാധനം അതാണ്. അതോടൊപ്പം അച്ഛനും അമ്മയല്ലേ വളർത്തി വലുതാക്കിയ, ഏറ്റവും നല്ല രീതിയിലാണ് ഇവരെ വളർത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് നല്ല പൈസ ഉണ്ടായിരുന്നു. 2 മക്കളെ പഠിപ്പിച്ച് ഡോക്ടറാക്കി, ഒരുത്തനെ പഠിപ്പിച്ച് വക്കീലാക്കി. ആ വക്കീലായിട്ടുള്ള ചെറ്റ കൊടുത്ത സമ്മാനം ഇത്. ഇവനോ കുടുംബത്തിനോ ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയോ മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് സംശയിക്കാൻ പറ്റുന്നൊരു കാര്യം, അല്ലെങ്കിൽ മറ്റൊരുപാട് കേസുകൾ കണ്ടിട്ടുള്ളത് MDMA പോലുള്ള ഡ്രഗ് അബ്യൂസ് ആണല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളുടെ തലച്ചോറിനെ പതുക്കെ 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 നശിപ്പിക്കും. നിങ്ങളിപ്പോൾ ആ ഒരു ലഹരി ഉപയോഗിച്ച് നിങ്ങളുടെ തലച്ചോറ് നശിച്ചു, നിങ്ങളത് പിന്നീട് ഉപയോഗിക്കുകയാണ്, ഹൈ ആകുകയാണ്, നിങ്ങളുടെ സ്വന്തം അമ്മ അച്ഛനെയും കൊല്ലുകയാണ്. ആ ട്രിപ്പ് നിങ്ങൾക്ക് ഇറങ്ങിയാൽ പോലും നിങ്ങൾക്ക് കുറ്റബോധം പോലും ഉണ്ടാകാത്ത അവസ്ഥയിൽ നിങ്ങൾ മാറ്റപ്പെടും. ആ ഒരു ക്യാൻസർ സർജറി കഴിഞ്ഞ് അതിൽ നിന്ന് റിക്കവറായി വരുന്ന ഒരു ഉമ്മയെ ഒരു മകൻ വെട്ടിക്കൊല്ലുകയാണ്.
വെട്ടിക്കൊന്നതിന് ശേഷം അവൻ എന്താണ് പറഞ്ഞ ആ ഒരു കെട്ടിറങ്ങിയപ്പോൾ പോലും എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ കൊടുത്തതെന്ന്. കാരണം അവൻ്റെ തലച്ചോറ് നശിച്ചിരുന്നു MDMA ഉപയോഗിച്ചിട്ട്. ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കുറ്റബോധവും ഇല്ല, യാതൊരുവിധ വികാരവും ഇല്ല. ഇത് ഒന്നുകൂടെ അടിച്ചു കഴിയുമ്പോൾ ഫുള്ള് ദേഷ്യവും അക്രമാസക്തവുമാവും. അവർക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ല ആ ഒരവസ്ഥയിൽ. നമുക്ക് ഇപ്പോൾ മാനസിക വിഭ്രാന്തി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ എനിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലാണോ എൻ്റെ മനസ്സ്? അങ്ങനെയല്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു സാധനം നിത്യമായിട്ട് ഉപയോഗിക്കുന്നവരുടെ മനസ്സെന്നുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ ആളൊന്നുമല്ല. നിങ്ങളിത് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? തൊട്ടടുത്ത ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് പോവുക. ഡി അഡിക്ഷൻ സെൻറ്ററുകാരൊരിക്കലും നിങ്ങളെ പോലീസിൽ പിടിച്ചേൽപ്പിക്കുകയോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് പോയി കഴിഞ്ഞാൽ നിയമവും പോലീസും എക്സൈസും ഒക്കെ നിങ്ങളെ സഹായിക്കത്തേ ഉള്ളൂ. ഇപ്പോൾ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പ്രോഗ്രാംസ് തന്നെയുണ്ട് ഈ ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട്. കൗൺസിലിങ്ങും ഇതുപോലെ ഡി അഡിക്ഷനും കൊടുക്കുന്ന സംഭവങ്ങൾ അവർ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലഹരിയിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് മോചനം നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ സംവിധാനങ്ങളെ സഹായിക്കാം. ഒരിക്കലും അവർ നിങ്ങളെ എന്തെങ്കിലും കേസ് ചാർജ് അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. പക്ഷേ ആ ഒരു തോട്ട് ആത്മാർത്ഥമായിരിക്കണം. അതിൽ നിന്ന് നിങ്ങൾ വിട്ട് പുറത്തു വരികയും വേണം. ഈ രാസലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് നശിക്കുന്നത് നിങ്ങൾ മാത്രമല്ല, അതുപയോഗിച്ച് നിങ്ങളുടെ തലച്ചോറി പരിവാകുമ്പോൾ, അതുപയോഗിച്ച് നിങ്ങളൊരു പിശാചായി മാറുമ്പോൾ സ്വന്തം മുമ്പിലുള്ള പെങ്ങൾ പോലും, സ്വന്തം മുമ്പിലുള്ള അമ്മ പോലും ഒരുപക്ഷെ ഒരു ഭോഗവസ്തുവാകാം. സ്വന്തം അമ്മയും പെങ്ങളെയും ഈ ഒരു മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിൽ പീഡിപ്പിക്കുന്ന, ക്രൂരമായിട്ട് പീഡിപ്പിച്ച് ഈവൻ ഗർഭിണിയാക്കിയ സംഭവങ്ങൾ വരെയുണ്ട് സ്വന്തം പെങ്ങളെ. ഒന്നാലോചിച്ച് നോക്ക്. ഇതൊക്കെ കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. എങ്ങനെ ഇതൊക്കെ നടക്കുന്നു? മറ്റൊന്നുമല്ല, അവർ സ്വന്തം പെങ്ങളാണെന്നും അമ്മയാണെന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലാണുള്ളത്. അല്ലെങ്കിൽ ആ ഒരു മയക്കുമരുന്ന് അവരെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. നിങ്ങളും ഉപയോഗിക്കുന്നുണ്ടോ? കരുതിയിരുന്നു, ഒരു സംശയവുമില്ല, നിങ്ങളെയും ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു കെമിക്കൽ കൊണ്ടെത്തിക്കും. നിങ്ങളുടെ വീട്ടിൽ അമ്മയില്ലേ? നിങ്ങളും നിങ്ങളുടെ അമ്മ ഇതുപോലെ തന്നെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറയുമ്പോൾ ഒന്ന് പോയടാ എന്നൊന്ന് പറയുമല്ലേ. ഈ ചെയ്തവരും ഇങ്ങനെ ഒരു രസത്തിന് വേണ്ടി തന്നെയായിരുന്നു ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടിപ്പോൾ എന്ത് സംഭവിച്ചു? സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുന്നു, സ്വന്തം അമ്മയെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാസലഹരിയിൽ നിന്നും വിട്ടുനിൽക്കുക. അത് ഏറ്റവും അപകടമാണ്. മറ്റു ലഹരിയെയും കാര്യങ്ങളെയും ഒക്കെ സംബന്ധിച്ച് നിങ്ങളുടെ തലച്ചോറിന് ഒരു ചുമ്മാ പറയുന്നൊരു സംഭവമുണ്ട്. ഓരോ തവണ എടുക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ഊട്ട വീഴുമെന്ന്. അങ്ങനെയെങ്കിലും ചിന്തിക്കുക. അങ്ങനെയെങ്കിലും ചിന്തിച്ചിട്ട് അതിൽ നിന്ന് വിട്ടു നിൽക്ക്. നശിക്കും നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ളവർ പോലും ഇതുപോലെ നിങ്ങളുടെ വെട്ടേറ്റ് വീഴും. കുറ്റബോധം കൊണ്ട് ജീവിതകാലം മൊത്തം ജീവിച്ച് നരകിക്കേണ്ടി വരും. വിട്ടുനിൽക്ക്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇതുപോലുള്ള നരാധമന്മാരൊക്കെ ചത്തൊടുങ്ങട്ടെ. ആ നാട്ടുകാരുടെ കെട്ടിരുന്ന് ക്രൂരമായിട്ട് അവനെ കൊന്നേനെ. അതായിരുന്നു എനിക്ക് കാണേണ്ടി വരുന്നൊരു കാഴ്ച. കാരണം ഞാനും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനാണ്. നമുക്കും അമ്മയും സഹോദരങ്ങളും അച്ഛനും എല്ലാവരും ഉണ്ട്. ഇതൊക്കെ എങ്ങനെ കേട്ടിരിക്കാൻ പറ്റും? അതും ഒരു പ്രശ്നവുമില്ലാത്ത ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ച ഒരു കുടുംബത്തിൽ പൊന്നുപോലെ നോക്കി വളർത്തിയ അച്ഛനും അമ്മയും, അവർക്ക് മകന് കൊടുത്ത സമ്മാനം, വക്കീലായിട്ടുള്ള നിയമം അറിയാവുന്ന മകൻ, നിയമം പറഞ്ഞുകൊണ്ട് മറ്റ് വ്യക്തികൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരുത്തൻ, അഡ്വക്കേറ്റ് അല്ലേ. അത് നമ്മളുടെ നിയമത്തിൻ്റെ ഒരു പ്രൊട്ടക്ടറായിട്ടൊക്കെ നമ്മൾ കാണുന്നവർ, അയാൾ തന്നെ ഏറ്റവും ഹീനമായിട്ടുള്ള അത്രയും പ്രവർത്തിച്ചിരിക്കുകയാണ്. എന്തായാലും എനിക്കറിയില്ല. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.